നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം, ശ്രീമദ് മഹാഭാഗവതം, 821st day. Today, 43rd sloka of Pratamaskandam, 8th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം, ശ്രീമദ് മഹാഭാഗവതം. ഇന്ന് 821 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 43ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 43ാമത്തെ ശ്ലോകം. കുന്തിദേവിയുടെ സ്തുതി തുടരുകയാണ്. ത്വയിമേനന്യ വിഷയ മതി മധുപദേ സുഹൃത് രതിമുദ്വഹതാ ദഗ്ധ ഗംഗേവൗഖമുധന്വതി. ഓം തത്സത്. ത്വയിമേനന്യ വിഷയ മതിർമധുപദേ സ്വകൃത് രതിമുദ്വഹതാ ദഗ്ധ ഗംഗേവൗഖമുധന്വതി. ഓം തത്സത്. ത്വയി മേ അന്യ വിഷയ അനന്യ വിഷയ ത്വയമേനന്യ വിഷയ അനന്യ വിഷയ മതി മധുപദേ രതി ഉദ്വഹം ദഗ്ധ ഗംഗ ഔഘം ഇവ എന്ന് ചേർത്ത് ഗംഗ ഔഘം ഉദന്വതി. ഇങ്ങനെയാണ് ഗംഗ ഔഘം ഉദന്വതി, ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. മധുപദേ, മധു എന്ന ദേശത്തിൻ്റെ നാഥ, മേ എൻ്റെ ബുദ്ധി, മതി ബുദ്ധി, അനന്യ വിഷയ അന്യവിഷയത്തിൽ പ്രവേശിക്കാത്തതായിട്ട്, ത്വയി നിന്നിൽ, ഗംഗാനദി, ഉദന്വതി സമുദ്രത്തിൽ, ഓഘം ഇവ പ്രവാഹത്തെ എന്ന പോലെ. ഓഘം എന്ന് പറഞ്ഞാൽ ഗംഗ, ഓഘം ഗംഗയുടെ പ്രവാഹം എന്ന പോലെ. രതിയെ അസകൃത്, മതിർ മധുപദേ അസകൃത്, ഇങ്ങനെയാണ് ആ പദം പിരിക്കേണ്ടത്. അസകൃത് എല്ലാപ്പോഴും, ഉദ്വഹതാത് പ്രവാഹിക്കട്ടെ, ഉദ്വഹിക്കട്ടെ എന്ന് പറയുകയാണ് കുന്തിദേവി. അതായത് മധുവെന്ന ദേശത്തിൻ്റെ അധിപനായിട്ടുള്ള കൃഷ്ണ, മധുപദേ എൻ്റെ ബുദ്ധി അന്യവിഷയത്തിൽ ഒന്നും പ്രവേശിക്കാത്തതായിട്ട്, ഗംഗാനദി സ്വപ്രവാഹത്തെ കടലിൽ പ്രവേശിക്കുന്ന വിധം നിൻ്റെ പേരിൽ പരമമായ ഭക്തി ഉണ്ടാകട്ടെ, വഹിക്കട്ടെ. മക്കളിലും മറ്റ് സ്വന്തം കുടുംബത്തിലും മറ്റുള്ളവരിലുമൊക്കെ നീ ഉള്ള അതിനുടെ ബുദ്ധി മാറ്റിയിട്ട് ഭഗവാനിൽ മാത്രമായിട്ട് എൻ്റെ ബുദ്ധി പ്രവഹിക്കട്ടെ. ഗംഗാനദി എപ്രകാരം വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളും തള്ളി നീക്കി പ്രവഹിച്ചുകൊണ്ട് പോയി കടലിൽ പതിക്കുന്നുവോ, അപ്രകാരം തന്നെ എൻ്റെ ബുദ്ധിയും മറ്റുള്ള വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതാക്കിയിട്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് ഭഗവാനിൽ മാത്രം ഭക്തിയുള്ളതാക്കി തീർക്കണമേ, അങ്ങനെ ആകണമേ. അങ്ങനെ ഭവിക്കുവാൻ നീ അതിനും ഭഗവാനിൽ മാത്രം ഭക്തിയുണ്ടായി മറ്റുള്ളതിലുള്ള ശ്രദ്ധകൾ കുറയാനും ഭഗവാന്റെ അനുഗ്രഹം വേണം. ഭഗവത് കൃപയുണ്ടെങ്കിൽ മാത്രമേ ഭക്തി പോലും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഭക്തി വേണമെന്ന് നാം കരുതിയാലും ആ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ള കാര്യങ്ങളിലുള്ള നമ്മുടെ ശ്രദ്ധ കുറഞ്ഞ്
ഭഗവത് കാര്യങ്ങളിൽ ഭഗവത് ചിന്ത മാത്രം നമ്മിൽ ഉണ്ടാകണമെങ്കിലും ആ ഭഗവാന്റെ കൃപ വേണം. അതിനുവേണ്ടി എന്നെ അനുഗ്രഹിക്കണമേ. എല്ലായ്പ്പോഴും എൻ്റെ മനസ്സ് അവിടുന്നിൽ മാത്രം ശ്രദ്ധയോടുകൂടി ഇരിക്കണമേ. അതിനുവേണ്ടി അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബത്തോടും മക്കളോടും എല്ലാം ഉള്ള എൻ്റെ ഈ ബന്ധം വിച്ഛേദിച്ച് കളഞ്ഞ് എനിക്ക് ഭഗവാനിൽ മാത്രം ഭക്തിയുള്ള ഇതാക്കി തീർക്കണമേ. എപ്രകാരം ഗംഗാനദി എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് സമുദ്രത്തോട് പോയി ചേരുന്നുവോ അപ്രകാരം ഞാൻ ഭഗവാനോട് ചേരണമേ എന്ന് കുന്തിദേവി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ത്വയിമേനന്യ വിഷയ മതിർ മധുപദേ സകൃത്. മധുപദേ അസകൃത് ആണ് അങ്ങയുടെ വരിക. രതിമുദ്വഹതാദദ്ധ ഗംഗൈവൗഖമുധന്വതി. ഓം തത്സത്. ഗംഗയുടെ ഔഖം എന്ന് പറഞ്ഞ പ്രവാഹം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.